بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകളുടെ വിശേഷണത്തെ പറ്റിയാണ്. പിന്നീട് അള്ളാഹു പറയുകയാണ്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ ചിലവഴിക്കുകയാണെങ്കിൽ ധൂർത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ പിശുക്ക് കാണിക്കുകയോ ചെയ്യുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിന് രണ്ടിനും മധ്യത്തിലായിരിക്കും മുഅ്മിനീങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ വിശേഷണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ധൂർത്ത് എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. എന്താണ് ധൂർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവന് താങ്ങുന്നതിലും അപ്പുറം അവൻ്റെ ആവശ്യമായ അല്ലെങ്കിൽ അവൻ ഒരു സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. ഓരോ സാധനങ്ങൾ അവന് കഴിവിന് അപ്പുറമുള്ളത് അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. 1,00,000 രൂപ പണമായി ലഭിക്കുന്ന അഥവാ സാലറി ലഭിക്കുന്നവൻ അതുപോലെ തന്നെ 15,000 രൂപ സാലറി ലഭിക്കുന്നവനെ പോലെ ആയിരിക്കുകയില്ല. രണ്ടും വ്യത്യാസമുണ്ടാകും. അപ്പോൾ ചുരുക്കി മനസ്സിലാക്കേണ്ടത്, ഒരുവന് താങ്ങുന്നതിലും അപ്പുറം അവൻ ചിലവഴിക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ളതിനാണ് ധൂർത്ത് എന്ന് പറയുക. അഥവാ ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, കടമൊക്കെ വാങ്ങി വലിയ രൂപത്തിലുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത്, പിന്നീട് ആ കടം വീട്ടാൻ വളരെ പ്രയാസപ്പെടുക. ഇതുപോലുള്ള കാര്യങ്ങൾ അതൊരു മുഅ്മിന് യോജിച്ച കാര്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പിശുക്ക് എന്നുള്ളത്. അഥവാ ഒരുവന്റെ കയ്യിൽ പണമുണ്ട്, പക്ഷേ അവനത് ചിലവാക്കുന്നില്ല. അവന്റെ ഭാര്യക്കായിക്കോട്ടെ അവന്റെ കുടുംബത്തിനായിക്കോട്ടെ അവൻ ചിലവഴിക്കുന്നില്ല എന്നുള്ളത് അത് തെറ്റായ കാര്യമാണ്. പിശുക്ക് എന്നുള്ളത് അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അവന്റെ ഭാര്യമാർക്ക് ചിലവാക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അവന്റെ മാതാപിതാക്കൾക്ക് ചിലവാക്കുക എന്നുള്ളത്, ഇതൊക്കെ ഒരുവന് മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അല്ലേ? ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ കയ്യിൽ പണമുണ്ടാകും, പക്ഷേ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചിലവാക്കുകയില്ല. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇതാ ഈ ദിവസങ്ങൾ നമുക്ക് സാധിക്കുന്നത് പോലെ എന്തു ചെയ്യണം? നമ്മൾ ചിലവഴിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതാ ഈ മസ്ജിദ്, ഇവിടെ നമുക്ക് പല ആവശ്യങ്ങൾക്കും പണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ആവുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ചിലവാക്കണം. ചെറുതല്ലേ എന്ന് കരുതി നമ്മൾ മാറി നിൽക്കേണ്ടതില്ല. അല്ലെ? ചില ആളുകൾ പറയുന്നതായി കാണാം, എൻ്റെ കയ്യിൽ ആകെ അത്രയേ ഉള്ളൂ, അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് കരുതും എന്ന് വിചാരിച്ച് അവർ ചിലവാക്കാതിരിക്കുന്നത് കാണാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സദഖ നൽകുക എന്നുള്ളത് പണമുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞ കാര്യമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിന്റെ കയ്യിലുള്ള പണം നീ ചിലവാക്കുകയാണെങ്കിൽ അള്ളാഹു അത് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യമാണത്. അല്ലേ? മഹാനായ പണ്ഡിതന്മാരിൽപ്പെട്ട സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതായി കാണാം, റുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്രയെത്ര ചെറിയ അമലുകളാണ് അതിനെ നീയത്ത് വലുതാക്കിയത്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ കൊടുക്കുന്നത് ഒരു 10 രൂപയായിരിക്കും, അവൻ സ്വതക്കയായി നൽകുന്നത് 10 രൂപയായിരിക്കും, പക്ഷേ അവന്റെ നീയത്ത് അതിനെ വലുതാക്കും. എന്താണത്? ഞാൻ ഈ കൊടുക്കുന്ന ഈ പണം കൊണ്ട് ഇതാ ഈ മസ്ജിദ് ഇന്ന രൂപത്തിലാകണം, ഇത് മുഖേന റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ഇന്ന പ്രതിഫലം തരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു 10 രൂപ കൊടുക്കുക എന്നുള്ളത് ആ നീയത്തിനെ അവൻ വലുതാക്കി. നേരെ തിരിച്ചും അങ്ങനെ തന്നെ, റുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്ര വലിയ അമലുകളാണ് നീയത്ത് അതിനെ ചെറുതാക്കിയത്. ഏതുപോലെ ചില ആളുകൾ സ്വതക്ക നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ്? ഞാൻ ഇത്ര നൽകി, ഞാൻ വലിയ ദാനം നൽകുന്നവനാണ് എന്ന് ആളുകളെ കാണിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ വല്ല ഉപകാരവും ഉണ്ടാവുമോ? ഇല്ല. കാരണം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അമലുകൾ സ്വീകരിക്കുക ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നാണ്. അഹ്സൻത്, മുത്തഖീങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ഇതാ ഈ കാലഘട്ടം നമുക്ക് പ്രത്യേകിച്ച് രഹസ്യമായി സ്വതക്ക നൽകാൻ വളരെയധികം കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ സാധ്യതകളുണ്ട്.
അല്ലെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ആർക്കും അറിയാതെ ആരെയും കാണിക്കാതെ നമുക്ക് സ്വതക്ക നൽകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ കാര്യമാണ് മുഅ്മിനീങ്ങൾ അവർ പിശുക്ക് കാണിക്കുകയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സമ്പാദിക്കുന്നത് അത് ഹലാലായിരിക്കണം. അത് ഹലാലായിരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും നല്ല രൂപത്തിലുള്ളതായിരിക്കണം നമ്മൾ ഭക്ഷിക്കേണ്ടത്. ഏറ്റവും നല്ല രൂപത്തിലുള്ള സമ്പാദ്യമായിരിക്കണം നമ്മളും നമ്മുടെ കുടുംബവും ഭക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഒരടിമക്ക് തന്റെ കാൽ മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കുകയില്ല 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടല്ലാതെ. അതിൽ പറഞ്ഞ കാര്യമാണ് അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു, അവൻ അവന്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പാദ്യം, നമ്മൾ ചെയ്യുന്ന ജോലി അത് ഹലാലായതായിരിക്കണം. അല്ല, എത്രയോ ആളുകൾ അവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സമ്പാദ്യം ഹറാമായിരിക്കും, ഹറാമ് കലർന്നതായിരിക്കും. എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഹറാമായ രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് പല ഖൈറാത്തുകൾ നഷ്ടപ്പെടും. അതിലേറ്റവും ഉന്നതമായ ഒരു കാര്യമാണ് നമ്മൾ ദുആ ചെയ്താൽ അതിനുത്തരം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം. എന്താണ്? ഒരു യാത്രക്കാരനാണ്, അശ്ഗസ അഅ്ബറ, അവന്റെ മുടി ജടകുത്തിയിട്ടുണ്ട് യാത്രയുടെ ക്ഷീണം കാരണത്താൽ. എന്നിട്ട് അവൻ ആകാശത്തേക്ക് കൈ ഉയർത്തി യാ റബ്ബ് യാ റബ്ബ് എന്ന് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ഉത്തരം ലഭിക്കുന്നില്ല. എന്താണ് കാരണം? അവന്റെ വസ്ത്രം അത് ഹറാമാണ്, അവൻ ഭക്ഷിക്കുന്നത് ഹറാമാണ്, അവൻ കുടിക്കുന്നത് ഹറാമാണ്. അതുകൊണ്ട് അവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ളതാണ് യാത്രക്കാരനായിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ റബ്ബ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. പക്ഷേ എന്താണ് അവന് ഉത്തരം തടയപ്പെടാനുള്ള കാരണം? അവൻ സമ്പാദിച്ചത് ഹറാമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് വഫീഹ അൻഫഖഹു, അതുപോലെ തന്നെ ആ സമ്പത്ത് അവൻ എവിടെ ചിലവാക്കി എന്നുള്ളതും റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലവാക്കുന്നത് അതും ഹലാലായ മാർഗത്തിലായിരിക്കണം. അല്ലേ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആർക്കെങ്കിലും വല്ല സാധനവും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഉപകാരപ്രദമായതായിരിക്കണം. എന്താണ് സഹോദരങ്ങളെ അല്ലെങ്കിൽ അവസ്ഥ? നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ അവർ ആ കാര്യം കൊണ്ട് ഹറാം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഓഹരി നമുക്കും ലഭിക്കും. അല്ലേ, നമ്മൾ ഒരു നന്മയാണ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എങ്കിൽ ആ നന്മ എത്ര കാലം ഒരാൾ ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. നേരെ തിരിച്ചും അങ്ങനെ തന്നെ, നമ്മളൊരു ഹറാമായ കാര്യമാണ് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് അതിന്റെ ഓഹരി ലഭിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, നിങ്ങൾ ഈ ദുനിയാവിൽ ബാക്കി വെക്കേണ്ടത് ഖൈറാത്തുകളായിരിക്കണം. ഏതുപോലെ? കിതാബുകൾ രചിച്ചുകൊണ്ട് സാധിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നന്മകൾ, അതിന്റെ വീഡിയോസ് അത് ഷെയർ ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള കാര്യത്തിലായിരിക്കണം നമ്മൾ മരിക്കേണ്ടത്. എന്താണ് കാരണം? നാളെ നമ്മൾ പോലും അറിയാതെ എത്ര ആളുകൾ അത് കണ്ടിട്ടുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിക്കും. നേരെ തിരിച്ചും നമ്മളിവിടെ ബാക്കി വെച്ച് പോകുന്നത് ഹറാമായ കാര്യങ്ങളാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്നത് വളരെ വിരളമായ അമലുകൾ മാത്രമാണ്, അതിൽ തന്നെ ഇഖ്ലാസ് ഉള്ളത് വളരെ വിരളമാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ. നമ്മൾ പോലും അറിയാതെ ഇതാ നമ്മുടെ കിതാബിൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ പലതും നമ്മൾ അറിയാത്ത തിന്മകളാണ്. ഏതുമൂലം? നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്തതും മറ്റും കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഹലാലായി സമ്പാദിക്കുന്ന 1 രൂപയാണ് ഹറാമായ 1000 രൂപയേക്കാൾ നല്ലത്. വല്ലാഹി, ഹലാലായ 1 രൂപയാണ് ഹറാമായി നമ്മൾ സമ്പാദിക്കുന്ന 1000 രൂപയേക്കാൾ അഫ്ളലായിട്ടുള്ളത് എന്നാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അഹ്ലുസുന്നയുടെ അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകളുടെ വിശേഷണമായി കൊണ്ട് പറഞ്ഞ കാര്യമാണ്. അവർ ഹലാലായത് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ, ഹലാലായത് മാത്രമേ അവർ സമ്പാദിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലും നമ്മൾ
അങ്ങേയറ്റം ഗൗരവം കാണിക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ജനങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം മുൻപന്തിയിലായിരുന്നു. എന്താണ് കാരണം? കാരണം അദ്ദേഹം മറ്റുള്ള ആളുകളെ സഹായിക്കുമ്പോഴെല്ലാം തന്നെ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹ്. തന്റെ സഹോദരനെ ഒരുവൻ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പിശുക്ക് കാണിക്കുന്ന അവസ്ഥയിൽ ആകാൻ പാടില്ല, അതുപോലെ തന്നെ ദൂർത്തടിക്കുന്ന അവസ്ഥയിലും ആകാൻ പാടില്ല. വസതിയത്ത് അത് എല്ലാ വിഷയത്തിലും നല്ലതാണ്. എല്ലാ വിഷയത്തിലും വസതിയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്. എന്താണ് വസതിയത്ത് എന്ന് വെച്ചാൽ? മിതമായത്, അഥവാ ഓവറുമല്ല എന്നാൽ പറ്റേ താഴെയുമല്ല, അതിന്റെ രണ്ടിനെയും ഇടയിലായിരിക്കണം ഒരു മുഅ്മിൻ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അല്ലാഹു ഇവിടെ 3 വൻപാപത്തെ പറ്റിയാണ് പറയുന്നത്. അത് മുഅ്മിനീങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ അവർ അത് ചെയ്യുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ഒന്നാമത്തേത്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവർ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്നാണ്. അഥവാ അവർ ശിർക്ക് ചെയ്യാത്ത ആളുകളാണ് എന്ന് അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗം അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെ നമ്മുടെ അഖീദയുമായിട്ടാണ്. അഥവാ ഒരുവൻ അള്ളാഹുവെ മാത്രം വിളിച്ച് അവന്റെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. എത്ര എളുപ്പമാണ് നമ്മുടെ ദീൻ! അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് മാത്രം എല്ലാ ആരാധനകളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗമാണ്. എല്ലാ സഹോദരങ്ങളെ, എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അവർ വിളിച്ച് തേടുന്നതും അവർ പ്രാർത്ഥന നടത്തുന്നതും ആരോടാണ്? പല ഖൽഖുകളോടുമാണ്, അഥവാ സൃഷ്ടികളോടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ? അല്ലേ? നമ്മുടെ നാട്ടിൽ വളരെ അറിയപ്പെട്ട ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. എന്താണ് അതിൽ മാലക്കാരൻ പറയുന്നത്? ഇർതകബതു അലൽ ഖതാ, ഇതാ ഞാൻ തിന്മകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഗൈറ ഹസ്രിൻ വ അദദ്, എണ്ണമോ അതുപോലെ തന്നെ കണക്കോ ഒന്നുമില്ലാത്തത്ര തിന്മകളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അയാൾ പറയുകയാണ്, ലക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി, റസൂലെ അങ്ങയോടാണ് നമുക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത് എന്നാണ് ഈ മാലക്കാരൻ പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ശിർക്ക് അല്ല എങ്കിൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ ശിർക്ക്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തെ പറ്റിയാണോ, എന്തിനു വേണ്ടിയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ അള്ളാഹു റസൂലിന് എന്തിനാണ് റിസാലത്ത് കൊടുത്തത് എന്നതിന് നേരെ വിപരീതമല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്തായിരിക്കും, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹു ഓരോ സമുദായത്തിലേക്കും നബിമാരെ നിയോഗിച്ചു. എന്തിനു വേണ്ടിയാണത്? അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. വജ്തനിബുത് താഗൂത്ത്, അതുപോലെ തന്നെ ദുർമൂർത്തികളെ വെടിയാൻ വേണ്ടിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അല്ലേ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നില്ലേ? റസൂൽ എന്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞത്? ഖിത്അതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ പറ്റി പറയുന്നുണ്ട്. ആ ഫാത്തിമ ബീവിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അല്ലയോ ഫാത്തിമ, നിന്നെ നരകത്തിൽ നിന്ന് നീ തന്നെ കാക്കണം, നീ തന്നെ നാളെ നരകത്തിൽ നിന്ന് നിന്നെ കാക്കണം, എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് അതേ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, റസൂലേ ലഇൻ അശ്റക്ത്, റസൂലേ അങ്ങ് അല്ലാഹുൽ പങ്കു ചേർക്കുകയാണെങ്കിൽ ലയഹ്ബതന്ന അമലുക്,
അങ്ങയുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ശിർക്ക് എന്നുള്ളത് ചെറിയ വിഷയമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. നാളെ സ്വർഗം അത് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഏക കാര്യം അത് തൗഹീദാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ തൗഹീദ് നമ്മിൽ നിന്ന് ഊരി എറിയപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന മുജീബ് ഇബ്നു മൂസ റഹിമഹുല്ല അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങ് അവിടുന്ന് കരയുന്നത്? അവർ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ പാപത്തെ ആലോചിച്ചുകൊണ്ടാണോ കരയുന്നത്? അപ്പോൾ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വാഹനമൃഗത്തിൽ ഉണ്ടായിരുന്ന ഒരു വിറക് അത് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇതാ എനിക്കെന്റെ തിന്മകൾ ഇതുപോലെയാണ്. അഥവാ തിന്മകളെ ആലോചിച്ച് എനിക്ക് ഭയമില്ല, അഥവാ അള്ളാഹു എനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ഞാൻ കരയുന്നത് എന്റെ ഈ തൗഹീദ് അത് അള്ളാഹു എന്നിൽ നിന്ന് വലിച്ചെറിയുമോ എന്നുള്ള ഭയത്താലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉറപ്പും ഉണ്ടാകേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിൽ തന്നെ മരിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം അത് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ഒരു വിഷയവും സഹോദരങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി അള്ളാഹു പറയുകയാണ്, വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന്റെ അടിമകൾ, അവർ ഒരു നഫ്സിനെയും ഒരാളെയും കൊന്നുകളയുകയില്ല, ഇല്ലാ ബിൽ ഹഖ്, ഹക്കോടുകൂടിയല്ലാതെ. അഥവാ ഹക്ക് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശറആക്കിയ യുദ്ധത്തിൽ അങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഇപ്പോൾ ഇല്ല, ഇനി വരികയാണെങ്കിൽ അതാണ് ഹക്കു കൊണ്ടുള്ള ഒരു ഉദ്ദേശം. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായി കാണാം. എല്ലാ എങ്കിൽ ഭരണാധികാരികൾക്ക് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ഇസ്ലാമിക നിയമമുള്ള സ്ഥലങ്ങളിൽ എന്താണ് അവർക്കുള്ള ശിക്ഷ? കൊലപാതകമാണ്, അവരെയും തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ്. ഇതാണ് ഹക്കു കൊണ്ടുള്ള ഉദ്ദേശം. സഹോദരങ്ങളെ, ചില ആളുകൾ പറയുന്നതായി കേട്ടിട്ടില്ലേ, മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് ഇന്ന തിന്മകൾ ചെയ്യുന്നത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നതായി കാണാം. ഇതാണ് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നത്. വലാ യഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. മുഅ്മിനീങ്ങൾ ഒരാളെയും കൊന്നുകളയുകയില്ല. അല്ലേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ കാര്യമല്ലേ, ലാ ലററ വലാ ളിറാർ. സ്വന്തം പ്രയാസപ്പെടാനോ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താനോ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. യഥാർത്ഥ ഇസ്ലാമിക ജീവിതത്തിൽ പ്രാവർത്തിക്കുന്നയാളിന് ഈ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് കത്തിയെടുക്കാൻ സാധിക്കുക? അതുകൊണ്ടിതാ ചർച്ചകളാണ്, മണിക്കൂറുകളോളം ചർച്ചയാണ്. എന്താണ് ഇതിന് പരിഹാരം? ഇങ്ങനെയുള്ള തിന്മകൾക്കും മറ്റും എന്താണ് പരിഹാരമെന്ന് മണിക്കൂറുകളോളം ചർച്ച ചെയ്യുകയാണ്. ഇതാ ഇസ്ലാമാണ് പരിഹാരം. വല്ലാഹി, ഒരാൾ മുൻധാരണയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാം അത് യഥാവണ്ണം പഠിച്ചു കഴിഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥ മനുഷ്യനായി തീരും. വല്ലാഹി സുമ്മത്ത് അല്ലാഹ്. ഒരുവൻ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാം പഠിച്ച് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ അവൻ മനുഷ്യനായി മാറും, ആരൊക്കെ എതിർത്താലും ശരി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങൾ ഒരാളെയും കൊല്ലുകയില്ല എന്ന്. സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കൂ, ഉമ്മയുടെ നേരെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹക്ക് പറഞ്ഞതിന് ശേഷം രണ്ടാമതായി പറഞ്ഞ കാര്യം എന്താണ്? മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ ധാരാളമായി നമ്മൾ കേൾക്കുന്നത് കൊണ്ട് ഇതിനോടുള്ള ഗൗരവം നമുക്ക് കുറയാൻ പാടില്ല. അല്ലെ, ചില ആളുകളെങ്കിലും പറഞ്ഞേക്കാം, ഇതിപ്പോൾ സ്ഥിരമായില്ലേ എന്നുള്ള ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും യഥാർത്ഥത്തിൽ അവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മൂന്നാമതായി പറയുകയാണ്, വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ അവർ വ്യഭിചരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് യുവാക്കൾ. ഈ കാലഘട്ടത്തിൽ
പെട്ടെന്ന് വിവാഹം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം നമുക്ക് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു സഹായകമാകുന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ആർക്കാണോ നിങ്ങളിൽ ബാഅത്ത് എത്തിയത്, അഥവാ ശാരീരികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും കഴിവെത്തിയ ആളുകൾ, ഫല്യതസവ്വജ്, അവരെന്ത് ചെയ്യട്ടെ, അവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, അത് നിങ്ങളുടെ കണ്ണിന് അത് താഴ്ത്താൻ നിങ്ങളെ സഹായിക്കും. വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവത്തെ അത് സംരക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്യാൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യുവാക്കളോടായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്യണം. കാരണം ഇത് ഫിത്നയുടെ കാലഘട്ടമാണെന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, അദ്ദേഹം എങ്ങാനും ഈ കാലഘട്ടത്തിൽ വന്നിരുന്നു എങ്കിൽ, സഹോദരങ്ങളെ, ഈ കാലഘട്ടം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഫിത്ന അത് വളരെ വർദ്ധിച്ചതാണ്. പറയുന്നതിൽ ഖേദമുണ്ട്. എന്താണ് അതിനുള്ള കാരണം? വീട്ടിലുള്ള പുരുഷന്മാരുടെ അലംഭാവമാണ്. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, സ്ത്രീകൾ ഇങ്ങനെ അഴിഞ്ഞാടിയും അതുപോലെയുള്ള രൂപത്തിൽ നടക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം പുരുഷന്മാരുടെ അഴകുഴമ്പൻ സ്വഭാവമാണ്. അല്ലേ സഹോദരങ്ങളെ, പുരുഷന്മാരിൽ നിന്ന് ഗൈറത്ത് എന്നുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ആത്മരോഷം എന്നുള്ള ആ ഒരു സ്വഭാവം പുരുഷന്മാരിൽ നിന്ന് ഇല്ലാതാവുകയും സ്ത്രീകളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ലജ്ജയും ഇല്ലാതെയായതോടെ ഫിത്ന ഇതാ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കുമെങ്കിൽ, പ്രത്യേകിച്ച് യുവാക്കൾ, എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ ഐന ലതസ്നി വ ഇന്ന റിജ്ല ലതസ്നി. ഇതാ കണ്ണ് അത് വ്യഭിചരിക്കും. എങ്ങനെയാണ് കണ്ണിന്റെ വ്യഭിചാരം? അന്യ സ്ത്രീകളിലേക്കുള്ള നോട്ടമാണ്. അതുപോലെ തന്നെ കാല് വ്യഭിചരിക്കും. എന്താണത്? വ്യഭിചരിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നടക്കുക എന്നുള്ളത് അതും വ്യഭിചാരത്തിൽ പെടും. അഥവാ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കാലുകൊണ്ടാണെങ്കിൽ, അത് ഉപയോഗിച്ചാണെങ്കിൽ അതും വ്യഭിചാരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 സ്വഭാവം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങേയറ്റം വെടിയണം. അതുപോലെ തന്നെ അള്ളാഹുവോട് നമ്മൾ കാവൽ ചോദിക്കുകയും ചെയ്യണം. കാരണം അള്ളാഹുവാണ് നമുക്ക് എളുപ്പമാക്കാനുള്ളത്, അള്ളാഹുവാണ് നമുക്ക് എളുപ്പമാക്കി തരേണ്ടത്. അതുകൊണ്ട് ദുആ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു 3 വിശേഷണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്, അഥവാ സൂറത്തുൽ ഫുർഖാൻ. അത് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് വിശദീകരിച്ച് തീർക്കാം. അള്ളാഹു പിന്നീട് പറയുകയാണ്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ അവർ സൂറിന് സാക്ഷ്യം നിൽക്കുകയില്ല. എന്താണ് സഹോദരങ്ങളെ സൂർ എന്ന് പറഞ്ഞാൽ? മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിച്ചതായി കാണാം, അയാദുഹും, അഥവാ അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കുകയില്ല. അങ്ങനെ ഒരു തഫ്സീർ പറഞ്ഞതായി കാണാം. പിന്നീട് മറ്റൊരു തഫ്സീർ കള്ളസാക്ഷ്യം വഹിക്കാത്ത ആളുകൾ. എന്തിരുന്നാലും രണ്ടായാലും ശരി തന്നെയാണ്. എന്താണ് സഹോദരങ്ങളെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം? അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കല്ലാതെ ഇബാദത്ത് അർപ്പിക്കുന്ന ഏത് ഈദായാലും അതിൽ മുഅ്മിനീങ്ങൾ അവർ പങ്കെടുക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ കാര്യമാണ്. ഇതുകൊണ്ട് ഉദ്ദേശം ഒരിക്കലും എന്തല്ല, മറ്റുള്ള മതത്തിലുള്ള ആളുകളോട് ഒരു നിലക്കുമുള്ള ഇടപാടുകളും പാടില്ല എന്നല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് ഉദ്ദേശം അവരോട് ഒരു നിലക്കും ചിരിക്കാനോ മിണ്ടാനോ പാടില്ല എന്നല്ല. മറിച്ച് നമ്മുടെ ദീനിൽ ചില നിയമങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സഹോദരങ്ങളെ, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല? അത് ദീനിൽ ഇല്ലാത്തത് കൊണ്ടാണ്.
അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ മറ്റു മതത്തിലുള്ള ആളുകളുടെ ആഘോഷം, അതിൽ ശിർക്കും കൂടി കടന്നു വരികയാണെങ്കിൽ ഗൗരവം കൂടും. അള്ളാഹു പറയുകയാണ്, വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ സൂറിന് സാക്ഷ്യം വഹിക്കുകയില്ല. ഇതാണ് അതിന്റെ ഉദ്ദേശം. അഥവാ മറ്റുള്ള മതത്തിന്റെ ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കുകയില്ല എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, മോശമായ സദസ്സുകളിൽ നിന്ന് അവർ മാന്യമായി ഒഴിഞ്ഞു മാറിപ്പോകും. ഇതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സഹോദരങ്ങളെ, ഇന്ന് ചില വിവാഹ വേളകൾ അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന വേദികൾ, എന്താണ് അവിടെയുള്ള അവസ്ഥകൾ? ഹറാമായ കാര്യങ്ങളാണ് മുഴുവനായിട്ടുമുള്ളത്, അല്ലേ? മ്യൂസിക് ഉണ്ട്, അതുപോലെ സ്ത്രീയും പുരുഷനും കൂടിക്കലരുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങൾ നടക്കുന്ന സദസ്സാണ് അധിക വിവാഹ സദസ്സുകളും. ഒരു മുഅ്മിന് അതിന് പങ്കെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, അങ്ങനെയുള്ള സദസ്സുകളിൽ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കതിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. കാരണം ലാ തഅത ഫീ മഅസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിക്കും അനുസരണയില്ല. അഥവാ എന്താണ് അടിസ്ഥാനം? ഒരാൾ ക്ഷണിച്ചാൽ അത് ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള സദസ്സുകളിൽ ഹറാമായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ഷണം നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇത് മാത്രമാണോ സഹോദരങ്ങളെ? ഇതുപോലെയുള്ള ഹറാമായ സദസ്സുകൾ ഉണ്ട് എങ്കിൽ അതിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ഏതുപോലെ? ഗീബത്ത് പറയുന്ന മജ്ലിസ്, ആളുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളെ പറ്റി അവൻ ഇന്ന പോരായ്മകളുണ്ട്, അവൻ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന മജ്ലിസ് ആയാലും അതിലും ഇരിക്കാൻ പാടില്ല, അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടില്ലേ, അള്ളാഹുവിന്റെ റസൂലെ, ഒരാളിൽ ഉള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ അത് ഗീബത്താകുമോ? അത് ഗീബത്താകുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാണ് ഗീബത്ത്. അവരിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് എങ്കിൽ അത് ബുഹ്താനാണ്, ആരോപണമാണ്, അവർക്ക് മുകളിലുള്ള ആരോപണമാണ്. ഉള്ള കാര്യം പറയുക എന്നുള്ളത് അതിന് തന്നെയാണ് ഗീബത്ത് എന്ന് പറയുക. എന്നാൽ ഉള്ള കാര്യം പറയാൻ പറ്റുന്ന ചില വേളകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാൻ സമയമില്ല, പിന്നീടാകാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയുള്ള മജ്ലിസുകളിലും ഒരു മുസ്ലിം ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വ ഉമിയാന. ഇത് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കോതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ എന്തു ചെയ്യുകയില്ല? അത് കേൾക്കാതെയോ കാണാതെയോ പോവുകയില്ല. ഇതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മുഅ്മിൻ അത് സ്വീകരിക്കും. എന്തായിരിക്കും ഒരു മുഅ്മിന്റെ നിലപാട്? സമിഅന വ തഅന, ഇതാ നമ്മൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇത് അള്ളാഹു ഒരു കാര്യം നിന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തിരിഞ്ഞു കളയാൻ പാടില്ല. അത് ഒരു മുഅ്മിന്റെ സ്വഭാവമല്ല. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് എനിക്കത് നിർബന്ധമല്ല എന്നുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല, അല്ലേ? ചില ആളുകളോട് ഇതാ ഇന്ന കാര്യം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ എങ്കിൽ നിങ്ങൾ താടി നീട്ടി വളർത്തണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമായി കൽപ്പിച്ച കാര്യമാണ് താടിയെ വെറുതെ വിടുക എന്നുള്ളത്. വല്ലാഹു ആലം, എവിടെ നിന്നാണ് അത് സുന്നത്താണ് എന്നുള്ളൊരു അഭിപ്രായം നമ്മുടെ നാട്ടിൽ വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പനാസ്വരത്തിൽ കൽപ്പനയോടുകൂടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അത് നിർബന്ധമാണ് എന്നാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ താടിയെ വെറുതെ വിടണം, നിങ്ങൾ മീശ വെട്ടിച്ചെറുതാക്കണം. ഇത് കൽപ്പനയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം അത് നിർബന്ധമാണ് എന്നാണ്. താടിയെ വെറുതെ വിടണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി ഉടുക്കണം. റസൂലിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു കൽപ്പന കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കേൾക്കൽ, അത് പ്രാവർത്തികമാക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, ചില ആളുകളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മറുപടി എന്താണ്? നീ നിന്റെ കാര്യം നോക്കിക്കോ, നീ ആരെന്നോട് പറയാൻ എന്നുള്ള തരത്തിലുള്ള മറുപടികളാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അബ്ഗളുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏറ്റവും കോപമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? കോപമുള്ള വാക്ക്. ഒരാളോട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈക ബിനഫ്സിക്, നീ നിന്റെ കാര്യം നോക്കിപ്പോയിക്കോ എന്ന് പറയുക എന്നുള്ളതാണ്.
അല്ലേ സഹോദരങ്ങളെ? അത് അങ്ങനെ തന്നെ പറയണമെന്നില്ല. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് തന്നെ പറയണമെന്നില്ല. അള്ളാഹു ഇതാ നിന്നോട് ഇന്ന കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാ എന്നോട് പറയാൻ എന്ന് പറഞ്ഞാലും ഇതേ ഹുക്കുമ് തന്നെയാണ്, ഇതേ സംസാരം സംസാരിച്ചതുപോലെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇരുലോകത്തും നന്മയാണ്. വല്ലാഹി സുമ്മത്ത് അല്ലാഹ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ഇരുലോകത്തും നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുതരാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അതാണ്, അല്ലേ? അള്ളാഹു നമുക്ക് പലിശ ഹറാമാക്കി, അതുപോലെ തന്നെ മദ്യം കഴിക്കുക എന്നുള്ളത് ഹറാമാക്കി. ഇതിനു പിന്നിലൊക്കെ എത്ര ഹിക്മത്താണ് സഹോദരങ്ങളെ ഉള്ളത്, അല്ലേ? പലിശ അത് വാങ്ങിയത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര കുടുംബങ്ങളുണ്ട്. മദ്യം അതിങ്ങനെ കഴിച്ചതുകൊണ്ട് എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. ഏത് കാര്യം അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ടോ അത് വ്യക്തമായ ഹിക്മത്തുണ്ട്. അതുപോലെ തന്നെയാണ് ഹലാലായ കാര്യവും. ഏത് കാര്യം അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയിട്ടുണ്ടോ അതിന് പിന്നിൽ വ്യക്തമായ ഹിക്മത്തുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി പറയുകയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അഥവാ മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ നല്ലവരായ അടിമകൾ, അവർ ദുആ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ്. എന്താണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്? റബ്ബേ, നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ മക്കളിലും കൺകുളിർമ നൽകണമേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, അതുപോലെ തന്നെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണമേ, മുത്തഖീങ്ങളുടെ നേതാവാക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കരങ്ങൾ ഉയർത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു തൗഫീഖാണ്. എത്രയോ ആളുകളുണ്ട് അല്ലാഹുവിലേക്ക്, അവർക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തൗഫീഖ് നൽകപ്പെടാത്ത ഒരവസ്ഥ. എത്രയോ സമയങ്ങൾ അവർക്ക് വെറുതെ ലഭിക്കുന്നുണ്ട്, പക്ഷേ അവർ അല്ലാഹുവിലേക്ക് അവരുടെ കാര്യങ്ങൾ അവർ ഉയർത്തുന്നില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, നമുക്ക് എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ദുനിയാവിപരമായതായാലും ആഖിറത്തിലായാലും നമുക്ക് റബ്ബിനോട് പറയാൻ എത്ര കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്, അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മല്ലം യസ്അലില്ലാ യഗ്ളബ് അലൈഹി. ആരാണോ അള്ളാഹുവോട് ചോദിക്കാത്തത് അള്ളാഹു അവനോട് കോപിക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്ക്, നമ്മളൊരു മനുഷ്യനോട് എപ്പോഴും പോയി ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ദേഷ്യം പിടിക്കും. പക്ഷെ അള്ളാഹുവിന്റെ നോക്ക്, അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് ഇഷ്ടം. നമ്മളൊരു മനുഷ്യനോട് ഡെയിലി പോയിട്ട് ഒരു 100 രൂപ തരുമെന്ന് ഇങ്ങനെ ഡെയിലി പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. പക്ഷെ അള്ളാഹുവിന് നേരെ തിരിച്ചാണ്. അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുക, അല്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എനിക്ക് റബ്ബ് ഉത്തരം നൽകൂല എന്നുള്ളൊരു പേടിയില്ല, മറിച്ച് എനിക്ക് എന്താണ് പേടി? റബ്ബിനോട് ചോദിക്കാൻ പറ്റില്ലേ എന്നുള്ളതാണ് എനിക്കുള്ള പേടി. കാരണം റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. കാരണം 3-4 ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കും. ഒന്നെന്താണ്? നമ്മൾ ചോദിച്ച കാര്യം അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. 2, അതിനേക്കാൾ ഖൈറായത് നൽകും, ചോദിച്ചതിനേക്കാൾ ഖൈറായത് നൽകും. 3-മത്തേതോ, അള്ളാഹു അത് നൽകാതെ നേരെ നമുക്ക് ആഖിറത്തിലേക്ക് അതിനുള്ള പ്രതിഫലം നൽകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്തരം കിട്ടുന്ന വേളയിൽ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബ് കരീമാണ്, റബ്ബ് നൽകിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഏതൊക്കെ സമയങ്ങളുണ്ട് റബ്ബ് നമുക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞത്? ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അതിലൊരു സമയം റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, ഇങ്ങനെ ധാരാളം സമയങ്ങൾ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് ഉത്തരം നൽകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണമെന്നുള്ളതാണ്. റബ്ബ് നമ്മളോട് സ്നേഹം കാണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത്? ആലോചിച്ച് നോക്കി. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ദുനിയാവിൽ നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ലഭിക്കാനുണ്ട്. ഇനി ആഖിറത്തിലാവട്ടെ, എന്താണ്?
ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ ഖാലിദീന ഫീഹാ ഹസനത് മുസ്തഖറൻ വമുഖാമ. നാളെ സ്വർഗമാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. ഈ രൂപത്തിൽ ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാനുള്ളത് ആകാശഭൂമികളെക്കാൾ വിസ്തീർണമുള്ള സ്വർഗമാണ് ലഭിക്കാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി തരട്ടെ. ഇനി അതിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഇതാ നമ്മൾ ഇവിടുന്ന് തീരുമാനമെടുക്കുക. ഇനിയുള്ള മുന്നോട്ടുള്ള എന്റെ ജീവിതം ഈ പറഞ്ഞ രൂപത്തിലായിരിക്കുമെന്ന് നമ്മൾ തീരുമാനമെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി, ഇന്നി ഉഹിബ്ബുക്കും ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ആരാണോ തന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അവൻ അത് അറിയിച്ചു കൊള്ളട്ടെ എന്ന്. സഹോദരങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയുമുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.